ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മൂന്നാം ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ മദറിലയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഒരു ദിവസം ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത് കല്ലറയുള്ളൊരു പ്രദേശമാണ്, കല്ലറയുള്ളൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ രാവിലെ തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞാനും മോളും കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1:30 മണിയോടുകൂടിയാണ് വീടെത്തിയത്. എത്തിയപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോഴേക്കും അവിടെ വല്യമ്മ, അതായത് അമ്മയുടെ ചേച്ചി, ഞാൻ വല്യമ്മ എന്നാണ് വിളിക്കാറ്, വല്യമ്മ ഫുഡൊക്കെ റെഡിയാക്കി പപ്പടം കാച്ചാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാം റെഡിയായി, മോളെ കഴിക്കാനായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പപ്പടം കാച്ചാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് പപ്പടം കാച്ചാൻ തുടങ്ങുകയായിരുന്നു വല്യമ്മ. അത് കഴിഞ്ഞ് കുറച്ചധികം പേരുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരി ചേച്ചിയും പിന്നെ വേറെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാനും മോളും അമ്മയും എല്ലാവരും ഫുഡ് കഴിച്ചു. ഇന്ന് തിരുവോണത്തിന് നമ്മൾ നോൺ വെജൊന്നും ഉപയോഗിക്കാറില്ല. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നോൺ വെജും കൂടെ കാണും. അതായത് ഇന്ന് ചിക്കൻ കറി സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിൽ അങ്ങനെയാണ് കേട്ടോ. തിരുവോണത്തിന് മാത്രം ഞങ്ങൾ സദ്യവട്ടം എല്ലാം ഉണ്ടാവും, എങ്കിലും ചിക്കനും മട്ടനും ഒന്നും ഉപയോഗിക്കാറില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഉപയോഗിക്കും. എൻ്റെ നാത്തൂൻ്റെ മകനാണ്, അവൻ മുഖം തിരിച്ചങ്ങനെ ഇരിക്കുകയാണ് ക്യാമറ കണ്ടിട്ട്. ഒരു കുഞ്ഞു വാവയെ കിട്ടിയിട്ടുണ്ട്, നിധിക്കുട്ടി. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ മോളുടെ മോളാണ്. മാളൂട്ടിക്ക് പിന്നെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ വേറെ ആരും വേണ്ട. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും. അതായത് വീടിൻ്റെ താഴെയായിട്ട് തന്നെ നല്ല വയലും വെള്ളമൊക്കെ ഉണ്ട്. അതായത് ഒരു ചെറിയ ചാല് പോലുള്ള ഉണ്ട്. വെള്ളം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അവിടെ ഇറങ്ങണമെന്നൊരു ആഗ്രഹമായി. ഞാനും വെള്ളത്തിലോട്ട് ഇറങ്ങി. നല്ല തെളിഞ്ഞ വെള്ളം, അഴുക്കൊന്നുമില്ല. ചാലെല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ടേക്കാണ്, നല്ല വൃത്തിയായിട്ടിട്ടേക്കാണ്. ചെറിയ ചെറിയ മീനുകൾ ആ വെള്ളത്തിലുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു മീനുകൾ. മാളൂട്ടി ആ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും മോളും വെള്ളത്തിലിറങ്ങിയപ്പോൾ പിന്നെ നമ്മുടെ നിധിക്കുട്ടിയുടെ ചേച്ചിക്ക് വെള്ളത്തിലിറങ്ങണം. കുഞ്ഞുവാവയ്ക്കാണെങ്കിൽ ഫസ്റ്റ് വെള്ളത്തിലിറങ്ങിക്കോളാം വെപ്രളപ്പെട്ടിരിക്കുകയായിരുന്നു. അവളെ ഞങ്ങൾ വെള്ളത്തിലിറക്കി. കുറേ നേരം വെള്ളത്തിൽ നിന്ന് കളിച്ചു. കുഞ്ഞിന് പിന്നെ വെള്ളത്തിൽ നിന്ന് തിരിച്ച് കയറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൾക്ക് പിന്നെ വെള്ളത്തിൽ നിന്ന് തിരിച്ച് ഇറങ്ങാൻ വയ്യ. അത്രയ്ക്കും നല്ല കളിയായിരുന്നു വെള്ളത്തിൽ കിടന്നിട്ട്. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂട് ഏറ്റില്ല. എന്തായാലും നല്ല രസമായിരുന്നു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിൽക്കാൻ. ഇതൊന്നും ഞങ്ങളുടെ വെഞ്ഞാറമൂടിൽ വീടിനടുത്തൊന്നും ഇങ്ങനെയൊന്നും ചാലും അരുവിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ഇതുപോലെയുള്ളൊരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. എന്നും ജോലിക്കൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഇങ്ങനെയുള്ളൊരു സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഞാനും കുട്ടികൾക്കൊപ്പം ഇറങ്ങി കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് കയറി. കുട്ടികളെ എത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ഇറക്കിയത് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടായെന്ന് പിന്നെ തോന്നി. എത്ര വിളിച്ചിട്ടും പിള്ളേരാരും വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. അതിനിടയിൽ അമ്മായി ഒരു ചേമ്പിൻ്റെ ഇലയാണെന്ന് തോന്നുന്നു, ഒരു ഇല എടുത്തിട്ട് മോക്ക് കൊടുത്തു. അതിലിങ്ങനെ പണ്ട് അവർ കളിക്കുന്നൊരു കാര്യം പറഞ്ഞു, വെള്ളം നനയാണ്ടിരിക്കും. അങ്ങനെ മാളൂട്ടി അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. അത് ശരിയാണ്, കറക്റ്റ്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. വെള്ളം ഇങ്ങനെ മഴത്തുള്ളി പോലെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്ന് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എടുത്ത് വിളിച്ച് കൊണ്ടുപോയി. അത് നല്ല കരച്ചിലായിരുന്നു. അത് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനെ ഇങ്ങ് കരയിൽ എങ്ങനെയെങ്കിലും കയറ്റി. അപ്പോൾ അങ്ങനെ ഇറങ്ങി പിണങ്ങി പോകുമ്പോൾ ഓടി പോവുകയാണ് ആശാൻ. കുറച്ചധികം സമയം കൂടെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. എന്തായാലും അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു അവിടെ. നല്ല നീളത്തിൽ നല്ല ചാല്, അതായത് ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നതും, നല്ല ഒരു പാടം നെല്ല് കൃഷിയൊന്നും കണ്ടില്ല, പക്ഷെ നല്ല പച്ച വിരിച്ച പോലെ നല്ല മനോഹരമായ പാടം ഒക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു. കുറേയധികം പുരയിടങ്ങൾ ഇങ്ങനെ ഉണ്ട്. അടുത്തടുത്ത് വീടുകളൊന്നുമില്ല, കുറച്ച് അകലെയായിട്ട് തന്നെ ഉള്ളു. ഞങ്ങളൊക്കെ താമസിക്കുന്ന അടുത്ത് ചേർന്ന് വീടുകളാണ്. ഇവിടെ അധികം പുരയിടങ്ങളും വയലുകളും ഇങ്ങനെ ഉണ്ട്. അത് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എൻ്റെ നാത്തൂനൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം തോന്നി. എല്ലാവരും ഇറങ്ങി കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഞാനും മോളും അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ വെച്ച് കസേരകളി, ഓണക്കളികൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്തിയപ്പോൾ മഹാബലി വാമനും ഒക്കെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ ലാവിലാസിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി.
മാളൂട്ടി ഒരു പിസ്തയുടെ ഐസ്ക്രീം ഓർഡർ ചെയ്തു, ഞാനൊരു ബ്ലൂബെറി ഐസ്ക്രീം ഓർഡർ ചെയ്തു. എന്തായാലും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ചൂട് ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയത്. അല്ലാണ്ട് ഐസ്ക്രീം അങ്ങനെ ഞാൻ കഴിക്കുന്നതല്ല, എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി. ഇന്നിനി വേറെ ഒരു പരിപാടിയില്ല, നേരെ വീട്ടിൽ പോകണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, പിന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ ഓണാശംസകൾ. ബൈ ബൈ.